അഡ്വക്കേറ്റ് ജി മുരളീധരൻ മഞ്ചൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ് നമുക്കൊപ്പം തത്സമയം ഈ വിഷയത്തിൽ ചേരുന്നത്. അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ബെയിലിൻ ദാസ് എന്ന അഭിഭാഷകനെ ബാർ അസോസിയേഷൻ സഹായിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, സഹായിച്ചിട്ടേ ഇല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. ഇതിലൊരു സംശയം, പല വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഈ വ്യക്തിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചത് അസോസിയേഷൻ അല്ലെങ്കിൽ അഭിഭാഷകരാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലെന്താണ് വസ്തുത? അതിൽ യാതൊരു വസ്തുതയില്ല. കാരണം ഈ സംഭവം ഞങ്ങൾ ഉച്ചയോടുകൂടി ഇത് അറിയുന്നു. ബാർ അസോസിയേഷനിൽ അവിടെയുള്ള അതിനടുത്തുള്ള ബെയിലിൻ ദാസിൻ്റെ ഓഫീസിനടുത്തുള്ള അഭിഭാഷകർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഞങ്ങളുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് അക്ഷജൻ, കൂടാതെ വിജേഷ് കട്ടക്കാലിൽ എന്ന് പറയുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗം, വൈശാഖ് സുബോധനൻ, ഗോപിക ശശിധരൻ, അരവിന്ദ് ബാബു, ഇത്രയും പേരടങ്ങുന്ന നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി സംഘം അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് കുറേ അഭിഭാഷകർ വെളിയിൽ കൂടി നിൽക്കുന്നു. അകത്ത് ഈ കുട്ടിയുടെ ബന്ധുക്കളും അല്ലാതെ കുറച്ച് പേരും എല്ലാം കൂടെ അടങ്ങുന്നൊരു 10-15ഓളം പേർ അല്ലാത്ത അഭിഭാഷകരില്ലാത്തവർ അവിടെ നിൽക്കുന്നു. പുറത്ത് നിൽക്കുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഈ ബെയിലിൻ ദാസും അവിടെ ഉണ്ടായിരുന്നു, ഈ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയെ കണ്ട് സംസാരിച്ചു. അപ്പം കുട്ടിയുടെ മുഖത്ത് നല്ല പരിക്കുണ്ട്. ബെയിലിൻ ദാസിനെയും കണ്ട് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്കത് അവിടെ ഇയാളെ മർദ്ദിച്ചു, ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇവരോട് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുക, ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ നിയമസഹായവും മറ്റ് മെഡിക്കൽ എയ്ഡാണെങ്കിൽ അതും എല്ലാം കൊടുക്കും, കുട്ടിയോടൊപ്പം തന്നെയാണെന്നാണ് ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത്. അതാണ് അവിടെ സംഭവിച്ചത്. ശ്രീ മുരളീധരൻ, അഡ്വക്കേറ്റ് മുരളീധരൻ, ഇതിലൊരു സംശയം നിലനിൽക്കുന്നത്, ഈ ഷാമിലി എന്ന് പറയുന്ന മർദ്ദനത്തിനിരയായിട്ടുള്ള യുവ അഭിഭാഷക ഇപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. ആ അർത്ഥത്തിൽ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ഈ ബെയിലിൻ ദാസ് ഇവരെ തുടർച്ചയായി മർദ്ദിച്ചു എന്നാണ് അവർ പുറത്തു പറഞ്ഞത്. അപ്പോൾ മുൻപും ഇത്തരം സാഹചര്യങ്ങൾ താങ്കൾ ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ കണ്ണിന് സമീപത്ത് വെച്ചുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അഭിഭാഷക അസോസിയേഷൻ പോലുള്ള പ്രധാനപ്പെട്ട സംഘടന ഇതറിയാതെ പോയത്? ഞങ്ങളവിടെ 7000-ലധികം 8000-ഓളം അംഗങ്ങളുള്ള ബാർ അസോസിയേഷനാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ബാർ അസോസിയേഷനാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ. 100 കണക്കിന് പരാതികൾ അവിടെ വരാറുണ്ട്. വരുന്ന പരാതികളെല്ലാം തന്നെ ഞങ്ങൾ അഭിഭാഷകർ തമ്മിലുള്ള പരാതിയുണ്ട്, അഭിഭാഷകരും പോലീസുമായിട്ടുള്ളതുണ്ട്, അഭിഭാഷകരും കക്ഷിയായിട്ടുള്ളതുണ്ട്. ഇത്തരം പരാതികളെല്ലാം തന്നെ വളരെ ഫെയറായി തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനൊരു വാർത്ത മുമ്പും അത് മർദ്ദിച്ചിട്ടുണ്ടോ എന്നുള്ള വാർത്ത അറിയുന്നത് ഇന്നലെ വൈകിട്ടാണ്. അതും ഈ ചാനൽ വഴിയുമൊക്കെയാണ്. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു വിവരം. ബാർ അസോസിയേഷന് ഈ കുട്ടിയെ മുമ്പ് ഈ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നൊരു വാർത്ത അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഞങ്ങളോട് ചെല്ലുമ്പോൾ അറിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, ബെയിലിൻ ദാസിൻ്റെ 2 ജൂനിയർ വനിതാ അഭിഭാഷകർ തമ്മിൽ ഉണ്ടായൊരു വഴക്കിൽ അവിടെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി എന്നും അതിനെ തുടർന്ന് അതിനകത്ത് ഈ ബെയിലിൻ ദാസ് ഇടപെട്ടു എന്നും ബെയിലിൻ ദാസും ഈ കുട്ടിയുമായി വഴക്കുണ്ടായി എന്നുമാണ് അറിഞ്ഞത്. അതിനെ തുടർന്നാണ് ഈ അടി നടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് നല്ല നേരിട്ടോ ഞങ്ങൾക്ക് നേരിട്ട് പരാതി കിട്ടുകയോ അല്ല ഞങ്ങൾ അറിഞ്ഞാൽ തന്നെ ഞങ്ങളതിൽ എല്ലാ കാര്യവും ഞങ്ങൾ ഇടപെടും, വളരെ ശക്തമായി ഇടപെടുകയും ചെയ്യും. അങ്ങനൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് തന്നെ ഞങ്ങൾ റിട്ടേൺ കംപ്ലയിൻറ്റ് പോലും കിട്ടാതെ ഈ വിവരം അറിഞ്ഞ് അവിടെ ചെന്ന് കണ്ട് ഒരു 10-12 മണിക്കൂറോളം, ഒരു 10-20 മിനിറ്റോളം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള അഭിഭാഷകരുമായിട്ട് സംസാരിച്ചു. ആ ഓഫീസിലുണ്ടായിരുന്ന മറ്റ് ഒരു 3 ബെയിലിൻ ദാസ് അല്ലാതെ ഈ കുട്ടിയെ അല്ലാതെ വേറെ 3 പേരുണ്ടായിരുന്നു. അവരുമായൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂറിനകം തന്നെ ഞങ്ങൾ കമ്മിറ്റി കൂടി അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി തന്നെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഞാനും പ്രസിഡൻറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ്. ആ കുട്ടിയുടെ റിട്ടേൺ കംപ്ലയിൻറ്റ് പോലും വാങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങൾ. അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഒരു സസ്പെൻഷനിൽ അല്ലെങ്കിൽ വിലക്കിൽ ഈ സംഭവം ഒതുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ പൊതുവായി വരുന്ന ചോദ്യം.
ആ ഒരു നടപടി ഉണ്ടാകുന്നു. ആക്രമിക്കപ്പെട്ട ആൾക്ക് അത് അഭിഭാഷക മേഖലയിൽ മാത്രമല്ല പൊതുവിൽ ഈ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിൽ ഉൾപ്പെടെ ഒരു പരാതി ഉയരുന്നു. ആ പരാതിയിൽ അടിയന്തരമായ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുന്നു. ആക്ഷൻ കൊണ്ട് അവസാനിക്കുകയാണ്. ഇര എപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വേട്ടക്കാരൻ വീണ്ടും സർവ്വശക്തനായി തിരിച്ചു വരുന്നത് പല ഉദാഹരണങ്ങൾ സഹിതം കാണാം. ഇത്തരമൊരു കേസിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ അഭിഭാഷക അസോസിയേഷനെ കൊണ്ട് ഈ നിമിഷം സാധിക്കും. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ ഒരു പരാതിയോ ഒരു കേസോ വന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരിയും അതിൽ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ സ്ട്രോങ് ആയി നിൽക്കുന്നിടത്തോളം, ശക്തമായി അതിനോട് മുന്നോട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇത് ഒത്തീർപ്പാകുന്ന പ്രശ്നം വരുന്നില്ല. ഇവർ തമ്മിൽ ഈ കേസിലെ വേറൊരു കേസിലായിക്കോട്ടെ, ഈ വാദിയും പ്രതിയും കൂടെ ഒന്നായിട്ട് വന്ന് കോടതിയിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയാണ്, ഒന്നായി വന്ന് പറയുകയാണെങ്കിൽ ഒത്തീർപ്പായി പോകും. അതിന് മറ്റുള്ള ഒരാൾക്കും നമുക്കും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നടക്കുന്ന കേസുകൾ അപ്പോഴാണ് ഒരു സംശയം, ഈ ഒത്തുതീർപ്പാകുന്നതിനേക്കാൾ ഉപരി ഇത്തരം ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങൾ വരുന്നത് തടയുക എന്നുള്ളത് കൂടി അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണല്ലോ. തീർച്ചയായിട്ടും ഇതുവരെ ഒരു സമ്മർദ്ദവും അയാൾക്ക് ഇന്ന് രാവിലെ ആ കുട്ടി ബാർ അസോസിയേഷനിൽ വന്നിരുന്നു. ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ കുട്ടി സംസാരിച്ചിരുന്നു. കുട്ടി പറഞ്ഞത് ബാർ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന ബാർ അസോസിയേഷനിലെ മുഴുവൻ ഭാരവാഹികളും ആ കുട്ടിക്ക് ഒപ്പം നിന്നു എന്ന്. ആ കുട്ടി ഞങ്ങളൊരു 250 പേര് ഉണ്ടായിരുന്നു ആ പ്രതിഷേധ യോഗത്തിൽ. ആ യോഗത്തിൽ കുട്ടി സംസാരിച്ചിരുന്നു. ഒപ്പത്തിൽ ഞങ്ങളുടെ കുഴപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായും ആ കുട്ടിയെ വേണ്ട സഹായങ്ങൾ എല്ലാ തരത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു സമ്മർദ്ദം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പുറത്തുനിന്നോ അഭിഭാഷകരുടെ നിന്നൊന്നും ഉണ്ടാവാനൊരു സാധ്യതയില്ല. ഇനി അവർ തമ്മിൽ ഒത്തുതീർപ്പായാലല്ലാതെ ഇത് തേഞ്ഞു മാഞ്ഞു പോകുന്ന പ്രശ്നവും ഉണ്ടാകുന്നില്ല. അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഇവിടെ ഈ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. ഈ ബെയിലിൻ ദാസിന്റെ ഒരു കേസ് മാത്രമല്ല, ശ്യാമിലിയുടെ ഒരു കേസ് മാത്രമല്ല, ഈ ജൂനിയർ അഭിഭാഷകർ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നമുണ്ട്. അത് വേതനത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ പല സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ സീനിയറായിട്ടുള്ള അഭിഭാഷകർ വരെ ചൂണ്ടിക്കാട്ടുന്ന ചില പോസ്റ്റുകൾ ഞാൻ ഇപ്പോൾ വായിച്ചതേ ഉള്ളൂ അല്പസമയം മുൻപ്. അതിൽ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചതാണ്, അപ്പോൾ നിങ്ങൾ കൂടി അനുഭവിക്കുക എന്നുള്ള മറ്റ് പ്രൊഫഷനുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതലുള്ള ജൂനിയർ സീനിയർ അന്തരം, അത്തരം അന്തരം ഉണ്ടാക്കുന്ന ആ സിസ്റ്റമല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ബെയിലിൻ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു സീനിയർ അഭിഭാഷകന് ഒരു ജൂനിയറിന്റെ മുഖത്ത് ആഞ്ഞടിക്കാൻ ധൈര്യം കൊടുക്കുന്ന ആ സിസ്റ്റമല്ലേ, ആ സിസ്റ്റത്തെയല്ലേ ഇവിടെ പൊളിച്ചു കളയേണ്ടത്. ഇത് നമ്മൾ മറ്റ് പ്രൊഫഷനിലും ഇതുമായി കമ്പയർ ചെയ്യരുത്. കാരണം ഇതൊരു ജോലിക്കായി വരുന്നൊരു പ്രൊഫഷനല്ല. LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത് ഇവിടെ വരുന്ന ജൂനിയേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊന്നും അറിയാം. കോളേജിൽ പഠിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 20% പോലും ആകുന്നില്ല. 80% ഈ വക്കീലായി പ്രാക്ടീസ് ചെയ്ത് ആരുടെയെങ്കിലും പ്രാക്ടീസാണ് ഇവരുണ്ടാകുന്നതും പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പുണ്ടാകുന്നതെല്ലാം തന്നെ. അപ്പം മിക്കവാറും എന്നല്ല 100% കുട്ടികളും വരുന്നത് പഠിക്കാനായിട്ടാണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ എനിക്ക് 7 ജൂനിയേഴ്സ് നിലവിൽ ദിവസവും വരുന്ന 7 ജൂനിയേഴ്സുണ്ട്. അല്ല മറ്റ് പാർട്ട് ടൈമായിട്ട് വരുന്നവരുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളിപ്പോഴും ആൾക്കാർ വരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അത് എൻ്റർടൈൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർ വരുന്ന ആൾക്ക് നമുക്ക് അവർ പഠിക്കും. ഒന്ന് എൻ്റെ പ്രൊഫഷണൽ മാത്രമല്ല, ഇപ്പോൾ ഞാൻ കോളേജിൽ PG അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജേർണലിസം പഠിച്ചതല്ല ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിലേക്ക് വരുന്നത്. അതായത് തിയറി ക്ലാസ്സുകളിലല്ല, പ്രാക്ടിക്കലിൽ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുക. അത് എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ആ ജോലി ചെയ്യുന്നതിൻ്റെ പ്രാവീണ്യത്തെ പറ്റിയല്ല, ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് വളരെ കൃത്യമായി ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി പറയുന്നത് അവർ അവരുടെ സാലറിയുമായും പ്രതിഫലവുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും നേരത്തെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ വരുന്നവരോട് നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട് വരുന്നവരോട് നമ്മൾ പറയും ഇത്ര രൂപ സാലറി തരും, ഇത്ര രൂപ മാസം തരും. സാലറിയും അല്ല ആക്ച്വലി അത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഫലം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പീഡനവും ഇവിടെ ഒരു ജൂനിയറും അനുഭവിക്കുന്നത്, ആണാകട്ടെ പെൺകുട്ടിയാവട്ടെ, അനുഭവിക്കുന്നില്ല. അവർ പഠിക്കാൻ ചിലപ്പം വളരെ മിടുക്കികളായി ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ മിടുക്കന്മാരെ പ്രാക്ടീസ് ചെയ്തിട്ട് ജുഡീഷ്യൽ ഓഫീസർമാർ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാം ജോലിക്ക് പോകുന്നുണ്ട്. അതിലിവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ അല്ല സാലറി എന്ന് ഞാൻ പറഞ്ഞത് അങ്ങ് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. അതായത് സാലറി എന്ന് പറയുന്ന അതിലൊരു വിഷയം മാത്രമാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നല്ല, മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് ആഞ്ഞടിക്കാൻ അധികാരം കൊടുക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, ഇതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അടിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അറിയാം. എന്തിനാ അടിച്ച തെറ്റായി പോയി, ഞങ്ങൾ ആയിരോടൊപ്പമാണുള്ളത്.
അടിച്ചത് 100% തെറ്റാണ്. പിന്നെ ഈ എന്താ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? അല്ല, ആ ഒരു സിസ്റ്റമല്ലേ അയാൾക്ക് അധികാരം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു ജൂനിയറിനെ അങ്ങനെ അടിച്ചാലും പ്രശ്നമില്ല എന്നുള്ളത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ പറയുന്നത് 8000 അംഗങ്ങളുള്ള ഒരു അസോസിയേഷനാണിത്. ഒരു കൂട്ടമായിട്ടുള്ള എല്ലാ മേഖലകളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതിലപ്പുറമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ സീനിയറായിട്ടുള്ള അഭിഭാഷകരും ബാർ അസോസിയേഷനൊക്കെ ഇടപെട്ടിട്ട് അതിന് പരമാവധി ഞങ്ങൾ ഫെയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ബെയിലിൻ ദാസ് ഇപ്പോൾ ഇത് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണല്ലോ അഡ്വക്കേറ്റ് ജി മുരളീധരൻ. 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ വ്യക്തിയെ കണ്ടെത്താനായില്ല. പോലീസാണ് അത് കണ്ടെത്തേണ്ടത്. അവിടെ നിന്ന് ആ വ്യക്തി മുങ്ങിയിരിക്കുകയാണ്, ഒളിവിലാണ് സ്വാഭാവികമായും. ഇനിയിപ്പോൾ മറ്റ് നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയേക്കാം, ഇതുവരെ നമുക്കറിയില്ല. അതിനുള്ള അവകാശം അയാൾക്കുണ്ട് താനും. പക്ഷേ അപ്പോഴും ഈ വ്യക്തി ആരെങ്കിലും സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ബാർ അസോസിയേഷൻ കരുതുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. എന്തായാലും ബാർ അസോസിയേഷന് ഇവിടെയുള്ള അഭിഭാഷകരോ അവർക്ക് ഈ ബെയിലിനാസിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല. ഞങ്ങൾ ഉടൻ തന്നെ ഈ വിവരം അവിടെ പോലീസിനെ അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഈ 12:30 ഒരു 1:30 ഞങ്ങളത് അറിയുന്നത്. അത് കഴിഞ്ഞൊരു 4-5 മണിയായപ്പോഴത്തേക്കും പോലീസ് വന്നു. ഹോസ്പിറ്റലിൽ കൂട്ടി നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങി 11 പേരാണ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. മുഴുവൻ പേരും ആശുപത്രിയിൽ പോയി. പോലീസിന് എൻക്വയറി നടത്താനും FIR രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും മുഴുവൻ സംവിധാനം ചെയ്തു കൊടുത്തു. ചികിത്സയ്ക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തു. മുഴുവനായും പോലീസിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് അവർ. അവർക്കത് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങളെന്തായാലും അവർ സഹായിക്കുന്നില്ല ബാർ അസോസിയേഷൻ. ഓക്കെ, വളരെ നന്ദി. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജി മുരളീധരനാണ് ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയത്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇരയ്ക്കൊപ്പമാണ് പൂർണ്ണമായും ബാർ അസോസിയേഷൻ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. മറ്റു തരത്തിൽ വന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ഈ പ്രതിയെ രക്ഷപ്പെടുന്നതിൽ നിന്ന് ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ സഹായിച്ചു എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ.